ഇന്ന് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻറ്റിനെ പരിചയപ്പെടാം. ഈ പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 12 ദിവസമായി. ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് ശരീരത്തിൻ്റെ വലതു ഭാഗത്തിന് ബലക്ഷയമാണ് വന്നിരിക്കുന്നത്. ഞാൻ ചേട്ടൻ്റെ അനിയനാണ്. ഇവിടെ ഡോക്ടർ രാജേഷ്ടമനെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്നതാണ്. ഇപ്പം ചേട്ടനെ കൊണ്ടുവന്നതിൽ 2 ആഴ്ചകളിലും ബെറ്റർ ആയിട്ടുണ്ട്. തിരുമേതിലും പഴയതിനെക്കാട്ടിലും സ്ട്രോക്കായിട്ട് വന്നതാണ്. ഇപ്പം പഴയതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഇപ്പം നടക്കുകയും കൈയൊക്കെ ഇതാക്കി ആയിട്ടുണ്ട്. വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇവിടുത്തെ ചികിത്സാ ട്രീറ്റ്മെൻറ്റ്. ശരീരത്തിനും മനസ്സിനും ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം പഴയതിനേക്കാളെല്ലാം ബെറ്റർ ആയിട്ട് ഇപ്പം നല്ലോണം ഇത് ചെയ്യുന്നുണ്ട്. ഒത്തിരി മാറ്റമുണ്ട് ഇവിടെ വന്നതിന് ശേഷം പഴയതിനേക്കാളിലും. ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല. അപ്പൊ ഇപ്പൊ കാല് നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും കാല് കുറച്ചുകൂടെ ഉറപ്പിച്ച് നടക്കാൻ പറ്റുന്നുണ്ടോ? നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മൂവ്മെന്റ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ടില്ലേ? കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം നേരത്തെക്കാളും? ഇത്ര വരെ പൊക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നേരത്തെ ഇത്രയും പറ്റുമായിരുന്നോ? അപ്പൊ ഇനി നമ്മൾ ചികിത്സകൾ ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിപ്പോ 12 ദിവസമല്ലേ വന്നിട്ട്, അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണ് ഇപ്പൊ കണ്ടത്. ഇനി മുന്നോട്ട് നമ്മൾ ബാക്കി ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നോർമൽ രീതിയിലോട്ട് നമ്മുടെ ലൈഫ് അങ്ങ് ആയിക്കോളും കേട്ടോ. അപ്പൊ വേണ്ടത് നമ്മുടെ ധൈര്യവും, പിന്നെ നമ്മൾ ഇത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പം നമ്മൾ ചെയ്യാനുള്ള എക്സസൈസുകൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻറ്റിനെയാണ് കണ്ടത്. അവരിപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ 12 ദിവസമേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ പേഷ്യൻറ്റിന് കാര്യമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. പേഷ്യൻറ്റിൻ്റെ മാനസികമായ ധൈര്യവും അതോടൊപ്പം തന്നെ കൂടിയിട്ടുണ്ട്. നേരത്തെ പേഷ്യൻറ്റിന് ഒട്ടും കൈ അനക്കാൻ വയ്യായിരുന്നു. ഇപ്പോൾ പേഷ്യൻറ്റ് പകുതിയോളം കൈ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നടപ്പാണെങ്കിലും പേഷ്യൻറ്റ് ആദ്യമൊക്കെ കാല് പിടിച്ച് നടന്നുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട് നടക്കുന്നതിൽ. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഹൈ ഷുഗർ ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. ഷുഗർ ഇപ്പോൾ 69 ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ചില ട്രെയിനേഴ്സ് വന്നിട്ട് ഇവരെ കൊണ്ട് കൈ അനക്കിക്കും കാലനക്കിക്കും. അവരാകെപ്പാടെ ചെയ്യുന്നത് ആ കൈ അനക്കുക എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ചികിത്സയാവില്ല. ഒരിക്കലും ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ ചില പേഷ്യൻസ് നമ്മുടെ ഒ പിയിൽ വന്നിട്ട് തന്നെ അവർ പറയും ഇന്നത് ചെയ്തു, ഇന്ന എക്സസൈസ് ചെയ്തു, പക്ഷേ എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. എന്നിട്ട് ഈ പേഷ്യൻ്റ് ആ ഒരു നെഗറ്റീവിലാണ് അവരുടെ ലൈഫ് മുഴുവൻ പിന്നെ തള്ളി നീക്കുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ആയുർവേദത്തിൽ ഒരുപാട് ചികിത്സകൾ ചെയ്യാനുണ്ട് സ്ട്രോക്ക് പേഷ്യൻസിൽ. പക്ഷേ അത് ആളുകളിലേക്ക് കാര്യമായിട്ട് ഈ ചികിത്സയെക്കുറിച്ചുള്ള അറിവുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷേ മുൻകാലങ്ങളിൽ ആളുകൾക്ക് കുറേയൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആയുർവേദ ചികിത്സകൾ ചെയ്തു കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. പക്ഷേ കാലക്രമേണ അങ്ങനെയുള്ള അറിവുകളൊക്കെ കുറഞ്ഞു വരികയും അതുപോലെ തന്നെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്യുന്നവർ ആയുർവേദത്തിലേക്ക് ആളുകൾ പോകുന്നതിനെ തടയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രോക്ക് പേഷ്യൻസിൽ ആയുർവേദ ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തി അവരെ നല്ല ക്വാളിറ്റിയോടെ ജീവിക്കാൻ നമുക്ക് സഹായിക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.